ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തൃച്ചിയിലേക്കുള്ള ഒരു യാത്രയിലാണ്. തൃച്ചിയുടെ വാസം അവസാനിപ്പിച്ചിട്ട് തിരിച്ചു വരാനുള്ള യാത്രയിലായിരുന്നു. അപ്പോൾ നോക്കിയപ്പോഴാണ് വഴിയരികിൽ ഈ മാമ്പഴം കണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും നമ്മൾ തൃച്ചിയിൽ ഈ മാമ്പഴം കണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മാമ്പഴം മേടിച്ച് രുചിച്ച് നോക്കിയപ്പോൾ അടിപൊളി മാമ്പഴമാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഇന്ന് കേരളത്തിലേക്ക് തിരിച്ചു പോരുമ്പോൾ ഈ മാമ്പഴം മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെറൈറ്റി 2-3 വെറൈറ്റി അടിപൊളി കിടിലൻ മാമ്പഴങ്ങളുണ്ട്. അപ്പോൾ 1 കിലോ 100 രൂപ, 1.5 കിലോ 150 രൂപ, അങ്ങനെയൊക്കെയാണ് റേറ്റുകൾ പറഞ്ഞേക്കണം. അങ്ങനെ ദേ പ്രിയ കുറച്ച് മാമ്പഴം സെലക്ട് ചെയ്തു. ഏകദേശം ഒരു 2 കിലോളം മാമ്പഴം സെലക്ട് ചെയ്തു. 200 രൂപക്ക് നമുക്ക് കിട്ടി. പിന്നെ അതുപോലെ തന്നെ ഒരു മാമ്പഴം ഫ്രീ ആയിട്ട് അവർ തരുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളിതേ വണ്ടിക്കകത്ത് കയറ്റി വേണ്ടി ഞങ്ങൾ കേരളത്തിലേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു. മാമ്പഴം പുറത്തിരുന്നാൽ പെട്ടെന്ന് പഴുക്കും. അത് കാരണം ഞങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് 2 മാമ്പഴം എടുത്തിട്ട് ഞങ്ങളൊന്ന് ചെത്തി നോക്കിയാണ്. ഇപ്പോൾ എല്ലാ ദിവസവും മാമ്പഴമാണ്, വൈകുന്നേരങ്ങളിലൊക്കെ മാമ്പഴമാണ്. മാമ്പഴം ഇങ്ങനെ അങ്ങോട്ട് മൃദുലമായിട്ട് അങ്ങോട്ട് ചെത്തി അതിൻ്റെ സ്കിന്നൊക്കെ അങ്ങോട്ട് കളയാൻ നേരത്ത് അതിൻ്റെ ഉള്ളിൽ ആ മഞ്ഞപ്പൊടി നിൽക്കുന്ന ആ കിടിലൻ മാമ്പഴം, ആ മാമ്പഴത്തിൻ്റെ ബ്രാൻഡ് ഏതാണ് നമുക്കറിയാൻ പാടില്ല. സൂപ്പർ മാമ്പഴമാണ്, നല്ല കിടിലൻ ടേസ്റ്റുകളാണ്. കണ്ടതേ മാമ്പഴം നമ്മുടെ പ്ലേറ്റ് ഇരിക്കണം നോക്കി. ആദ്യത്തെ മാമ്പഴം ചെത്തിക്കഴിഞ്ഞു, രണ്ടാമത്തെ മാമ്പഴം നമ്മൾ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ നല്ല ചെറിയ പീസുകളാക്കിയിട്ട് അതങ്ങോട്ട് റെഡിയാക്കിയാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഫ്രൂട്ടി ഉണ്ടാക്കിയാലോ ജാം ഉണ്ടാക്കിയാലോ എന്നുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കിതിങ്ങനെ ചെത്തി കഴിയുമ്പോഴേക്കും വായിൽ വെച്ച് തീർന്നു പോകും. അപ്പോൾ അതേ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റാണ് ഈ കാണുന്നത്. ഓംലേറ്റ്, ബ്രെഡ് പ്ലസ് മാമ്പഴം. അപ്പോൾ കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം. താങ്ക് യു.